ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മൾ ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്ങിന്റെ 8ാമത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. 7 ക്ലാസ്സുകൾ കഴിഞ്ഞു. ഏകദേശം ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ ഒരു ട്രാൻസാക്ഷൻ കിട്ടിയാൽ ഏകദേശം ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി ക്ലാസ് കാണും. നമ്മളൊരു 7 ക്ലാസ് ഡെബിറ്റും ക്രെഡിറ്റിനും മാത്രമായിട്ട് നമ്മൾ ചെയ്തതാണ്. അതിന്റെ ലിങ്ക് ഒക്കെ നമ്മൾ ഈ ഒരു ക്ലാസ്സിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. ഇന്ന് 8ാമത്തെ ക്ലാസ് ആണ്. ഇതില് നമ്മൾ ഇതുവരെ ചെയ്ത് പഠിച്ച കാര്യങ്ങളിൽ കുറച്ചൊരു വ്യത്യാസമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ചെയ്ത് പഠിച്ചത് തന്നെയാണ്, നമ്മളെ സ്റ്റെപ്പുകളൊന്ന് കുറയ്ക്കുകയാണ്. ഇതുവരെ നമ്മൾ സ്റ്റെപ്പ് കൂട്ടി വന്നതാണെങ്കിൽ ഇതിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ സ്റ്റെപ്പ് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. എന്നാലേ നിങ്ങൾക്ക് കറക്റ്റ് ചാനലിലേക്കൊക്കെ കടക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ നമ്മൾ സ്റ്റെപ്പുകൾ കുറച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ കറക്റ്റ് പക്കായിട്ട് ഒരു ട്രാൻസാക്ഷൻ കിട്ടിയാൽ ഡെബിറ്റും ക്രെഡിറ്റും പക്കായിട്ട് കിട്ടണം നമുക്ക്. അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ എല്ലാവരും ക്ലാസ് കാണാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. അതേപോലെ തന്നെ ക്ലാസ് ഒക്കെ കണ്ട് ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പൊ നേരെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഓക്കെ, ഹായ് ഓൾ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഗോൾഡൻ റൂൾസ് ആണ്. ഗോൾഡൻ റൂൾസിന്റെ ഒരു 7 ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് 8ാമത്തെ ക്ലാസ് ആണ്. ആ 7 ക്ലാസിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമ്മൾ അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലാസ് കൂടി കാണാം. ഇന്ന് നമ്മൾ കഴിഞ്ഞ കുറെ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ റൂള് പഠിച്ചു. അതായത് ഡെബിറ്റും ക്രെഡിറ്റും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ പഠിച്ച രീതിയിലല്ല മീൻസ് നമ്മൾ പഠിക്കാൻ വേണ്ടി കുറെ സ്റ്റെപ്പുകൾ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ നമ്മൾ ചെയ്തു, ഏതൊക്കെ ഗോൾഡൻ റൂൾസ്? റിയല് വരുന്നുണ്ട്, പേഴ്സണൽ വരുന്നുണ്ട്, നോമിനൽ വരുന്നുണ്ട്. റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്. പിന്നെ നമ്മൾ 2 ഗ്രൂപ്പ് എഴുതി. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, റിയൽ ആണോ പേഴ്സണൽ ആണോ എന്ന് എഴുതി. എന്നിട്ടാണ് നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റിലേക്ക് കടന്നത്. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ, നമ്മളൊരു വർക്ക് ചെയ്യാൻ പോയിട്ട് നമ്മൾ അവിടെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എക്സാമിന് പഠിച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റെപ്പ് ഒന്നും അവിടെ എഴുതി വെക്കാൻ പറ്റൂല. നേരെ 2 അക്കൗണ്ടും 2 ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ അത് നേരെ തന്നെ നമ്മൾ എഴുതണം. അപ്പൊ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് കുറെ ടെക്നിക്ക് വഴിയാണ് നമ്മൾ എന്ത് ചെയ്തത്. ഇപ്പോ ഡെബിറ്റും ക്രെഡിറ്റും നമുക്ക് മനസ്സിലായത്, കുറെ ടെക്നിക്കൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് മനസ്സിലായത്. അപ്പൊ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തു എഴുതണം, നമ്മുടെ ആ ഒരു സ്റ്റെപ്പുകൾ എക്സ്ട്രാ വന്നിട്ടുള്ള ആ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് നേരെ ഡെബിറ്റും ക്രെഡിറ്റും എഴുതാൻ പോവാണ്. സ്റ്റെപ്പുകളൊക്കെ നമ്മുടെ മൈൻഡിൽ വേണം, എല്ലാ സ്റ്റെപ്പും നമ്മുടെ മനസ്സിൽ വേണം. പക്ഷെ നമ്മൾ എഴുതാൻ പാടില്ല. കാണിച്ചു തരാം എങ്ങനെയാ വരിക. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പർച്ചേസ് ഫർണിച്ചർ ബൈ ക്യാഷ്. ഇതൊരു ട്രാൻസാക്ഷൻ ആണ്. പർച്ചേസ് ഫർണിച്ചർ ബൈ ക്യാഷ്. അപ്പൊ മുന്നേ നമ്മൾ പഠിച്ച രീതിയിൽ നമ്മൾ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളിവിടെ എന്ത് എഴുതും, ഫർണിച്ചർ എഴുതും. പിന്നെ നമ്മൾ എന്ത് എഴുതും, ക്യാഷ് എഴുതും. അതിനുശേഷം നമ്മൾ ഫർണിച്ചർ ഒരു അസറ്റ് ആണെന്ന് പറഞ്ഞെഴുതും, ക്യാഷ് ഒരു അസറ്റ് ആണെന്ന് പറഞ്ഞെഴുതും. അതിനുശേഷം നമ്മൾ അസറ്റ് ആയതുകൊണ്ട് റിയൽ അക്കൗണ്ടിങ് റൂളാന്ന് എഴുതും. അതേപോലെ തന്നെ ഇതും അസറ്റ് ആയതുകൊണ്ട് റിയൽ അക്കൗണ്ടിങ് റൂളാന്ന് പറഞ്ഞെഴുതും. പിന്നെ നമ്മൾ റൂള്, റിയൽ അക്കൗണ്ടിങ് റൂള് എന്താ, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ബിസിനസ്സിലേക്ക് വരുന്ന അസറ്റ് ഡെബിറ്റ് ചെയ്യുക, ബിസിനസ്സിൽ നിന്ന് പോകുന്ന അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ ഫർണിച്ചർ എന്ന അസറ്റ് ബിസിനസ്സിലേക്ക് വരികയാണ് പർച്ചേസ് ചെയ്യുമ്പോൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഡെബിറ്റ് ചെയ്തു. ക്യാഷ് ബിസിനസ്സിൽ നിന്ന് പോവാണ്, നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഇങ്ങനെ നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും പഠിച്ചു. പക്ഷെ കുറെ ഇങ്ങനെ സ്റ്റെപ്പുകൾ എഴുതിയിട്ടാണ് നമ്മൾ പഠിച്ച്, ഓരോരോ സ്റ്റെപ്പുകൾ എഴുതിയിട്ടാണ് നമ്മൾ പഠിച്ച്. പക്ഷെ നിങ്ങൾ എക്സാമിനൊക്കെ എഴുതുമ്പോൾ ഈ ഒരു നടുവിലുള്ള ഈ സ്റ്റെപ്പ് നിങ്ങൾ എഴുതാൻ പാടില്ല. ആ സ്റ്റെപ്പ് നമ്മൾ എഴുതിയത് എന്തിനാ, പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് ഇതും അതായത് ഗ്രൂപ്പും അതേപോലെ തന്നെ റിയൽ ആണോ ഏതാണ് റൂള്, ഇത് രണ്ടും നമ്മുടെ മനസ്സിലാണ് ഇനി വേണ്ടത്. അത് നിങ്ങൾ എഴുതി വെക്കരുത്. പക്ഷെ നിങ്ങൾ എഴുതണം, മനസ്സിൽ എഴുതണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡെബിറ്റും ക്രെഡിറ്റും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ആ റൂള് വെച്ചിട്ടാണല്ലോ നമ്മൾ പഠിച്ചത്. അപ്പൊ നമുക്ക് എന്നാലേ ഉള്ളൂ ഡെബിറ്റും ക്രെഡിറ്റും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾ ബുക്കിലേക്ക് എഴുതരുത്.
ഇനി വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എഴുതി വെക്കരുത്. അപ്പൊ നമുക്ക് വേണ്ടത് എന്താ, ഇവിടെ ജസ്റ്റ് വേണ്ടത് ഫർണിച്ചർ അക്കൗണ്ട്. ഇനി നമ്മൾ എന്ത് എഴുതി ഇവിടെ, ഡെബിറ്റ്. ബാക്കി രണ്ട് സ്റ്റെപ്പ് നമ്മുടെ മനസ്സിലാവേണ്ടേ. അതേപോലെ തന്നെ ക്യാഷ് അക്കൗണ്ട് എന്താ, ക്രെഡിറ്റ്. നമുക്ക് എന്ത് ചെയ്തു, നമ്മള് ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ എന്ത് ചെയ്യാണ്, ഐഡന്റിഫൈ ചെയ്യാണ്. അപ്പൊ ഇനി ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്ത് നോക്കണം, ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റെപ്പുകൾ പക്ഷെ എവിടെ വേണം, നമ്മുടെ മൈൻഡിൽ വേണം. സ്റ്റെപ്പുകൾ എവിടെ വേണം, നമ്മുടെ മനസ്സിൽ വേണം. ഇതൊന്ന് മാറ്റിട്ട് ഞാൻ കുറച്ച് ചെയ്ത് നോക്കാം നമുക്ക്. എന്നിട്ട് നിങ്ങളും കുറച്ച് പ്രാക്ടീസ് ചെയ്യുക, റെഡി ആയിക്കോളും. ഓക്കെ, അടുത്തൊരു ട്രാൻസാക്ഷൻ, സാലറി പെയ്ഡ് ബൈ ക്യാഷ്. സാലറി പെയ്ഡ് ബൈ ക്യാഷ്. നമുക്കറിയാം രണ്ട് അക്കൗണ്ട്, ഒന്ന് സാലറി ആണ്, ഒന്ന് ക്യാഷ് ആണ്. പെട്ടെന്ന് നിങ്ങളെ മൈൻഡിലേക്ക് വരണം, സാലറി ഒരു എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് ആയതുകൊണ്ട് നോമിനൽ അക്കൗണ്ട്. ക്യാഷ് ഒരു അസറ്റ് ആണ്, അസറ്റ് ആയതുകൊണ്ട് റിയൽ അക്കൗണ്ട്. ഇത് എഴുതില്ല ഇനി നമ്മൾ ബോർഡിലേക്ക് എഴുതുന്നില്ല. അപ്പം സാലറി ഒരു എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് ആയതുകൊണ്ട് നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ടിങ് റൂള് എല്ലാ എക്സ്പെൻസിനെയും നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ സാലറിയുടെ നേരെ നമ്മൾ എന്തെന്ന് പറഞ്ഞ് എഴുതി, ഡെബിറ്റ് എന്ന് പറഞ്ഞ് എഴുതി. ക്യാഷ് ഒരു അസറ്റ് ആണ്, അസറ്റ് ആകുമ്പോൾ റിയൽ അക്കൗണ്ടിങ് റൂൾ ആണ്. റിയൽ അക്കൗണ്ടിങ് റൂള് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ബിസിനസ്സിലേക്ക് വരുന്ന അസറ്റിനെ ഡെബിറ്റ് ചെയ്യുക, ബിസിനസ്സിൽ നിന്ന് പോകുന്ന അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ സാലറി കൊടുത്തതായതുകൊണ്ട് ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് ബിസിനസ്സിൽ നിന്ന് പോവുകയാണ്. ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് ബിസിനസ്സിൽ നിന്ന് പോവുകയാണ്. ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, ബിസിനസ്സിൽ നിന്ന് പോകുന്നതിനെ കൊണ്ട് ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പൊ സാലറിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു, ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അടുത്ത എക്സാമ്പിൾ റെന്റ് റിസീവ്ഡ് ബൈ ക്യാഷ്. റെന്റ് റിസീവ്ഡ് ബൈ ക്യാഷ് നമുക്കറിയാം രണ്ട് അക്കൗണ്ട്. ഫസ്റ്റ് വൺ ക്യാഷ് അക്കൗണ്ട് ആണ്, അടുത്തത് റെന്റ് റിസീവ്ഡ് ആണ്. മൈൻഡിലേക്ക് വരിക. ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റ് ആണ്, അതുകൊണ്ട് റിയൽ അക്കൗണ്ട് ആണ് വരും. ഓക്കെ, കമ്മീഷൻ റിസീവ്ഡ്, റെന്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ റെന്റ് കിട്ടിയതാണ്, റെന്റ് കിട്ടുമ്പോൾ അത് ഇൻകം ആണ്. ഇൻകം എന്ന് പറഞ്ഞാൽ നോമിനൽ അക്കൗണ്ട് ആണ് വരിക. നമ്മുടെ റൂൾ ഏതാണ്, നോമിനൽ അക്കൗണ്ട് ആണ് വരിക. ഓക്കെ, ഇപ്പൊ മനസ്സിലായി. അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ റിയൽ അക്കൗണ്ട് ആണ്, അടുത്തത് എന്താണ്, നോമിനൽ അക്കൗണ്ട് ആണ്. ഇവിടെ ക്യാഷ് റെന്റ് കിട്ടിയതായതുകൊണ്ട് ക്യാഷ് വരികയാണ്. അപ്പൊ നമ്മുടെ റിയൽ അക്കൗണ്ടിങ് റൂൾ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ബിസിനസ്സിലേക്ക് വരുന്ന അസറ്റിനെ ഡെബിറ്റ് ചെയ്യുക, ബിസിനസ്സിൽ നിന്ന് പോകുന്ന അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യുക. അതുകൊണ്ട് ക്യാഷ് വരികയാണ്, അതുകൊണ്ട് ക്യാഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. റെന്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ ഇൻകം ആണ്, അതുകൊണ്ടാണ് നമ്മൾ നോമിനൽ അക്കൗണ്ടിങ് റൂള് അപ്ലൈ ചെയ്തത്. അപ്പൊ നമ്മുടെ നോമിനൽ അക്കൗണ്ടിങ് റൂൾ എന്താണ്, ഡെബിറ്റ് ഓൾ എക്സ്പെൻസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ്. ഇൻകത്തിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇവിടെ റെന്റ് റിസീവ്ഡ് ഇൻകം ആണ്, ഇൻകത്തിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. നമ്മുടെ സ്റ്റെപ്പുകൾ ഒഴിവാക്കിയിട്ട് എഴുതാൻ പഠിക്കണം. നമ്മൾ ഇതുവരെ സ്റ്റെപ്പൊക്കെ വെച്ച് ചെയ്തു, അങ്ങനെ കുറെ എക്സാമ്പിൾസ് ചെയ്യാം. ഇനി നമ്മൾ ആ ഒരു സ്റ്റെപ്പ് മുഴുവൻ ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കുറെ പ്രോബ്ലംസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഡെബിറ്റും ക്രെഡിറ്റിന്റെ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവില്ല. രണ്ട് എക്സാമ്പിൾ കൂടി ഞാൻ എഴുതാൻ പോവാണ്, നിങ്ങൾ ശ്രദ്ധിക്കാം. അടുത്ത ഒരു എക്സാമ്പിൾ. ഓക്കെ, took a loan from SBI. നമ്മൾ എന്ത് ചെയ്തു, SBI നിന്ന് ഒരു ലോൺ എടുത്തു. അപ്പൊ നമ്മുടെ ബിസിനസ്സിനകത്തേക്ക് എന്ത് വന്നു, ക്യാഷ് വരും. ലോൺ എടുക്കുമ്പോൾ ബിസിനസ്സിലേക്ക് ക്യാഷ് വരും അല്ലെ. നമ്മൾ പോയി ബാങ്കിൽ പോയി ലോൺ എടുത്താൽ നമുക്ക് ക്യാഷ് കിട്ടൂലേ, ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നൂലേ, ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു. ഓക്കെ, അതേ ടൈമില് ലോൺ ആയതുകൊണ്ട് ബാങ്ക് ലോൺ എന്ന് പറഞ്ഞൊരു അക്കൗണ്ടും ഉണ്ട്. അപ്പൊ ക്യാഷ് അക്കൗണ്ട് വരും, അതേപോലെ തന്നെ ബാങ്ക് ലോൺ എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് വരും. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് ആണ്, അസറ്റ് വരുമ്പോൾ റിയൽ അക്കൗണ്ട് ആണ്. ഇവിടെ ക്യാഷ് വരികയാണ്, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. ക്യാഷ് കിട്ടിയത് കൊണ്ട് ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. ബാങ്ക് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു പേഴ്സൺ ആയിട്ട് എടുക്കേണ്ടത്, ബാങ്കിനൊരു പേഴ്സൺ ആയിട്ട് നമ്മൾ എടുക്കുകയാണ്.
അപ്പൊ ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ബാങ്ക് നമുക്ക് ലോൺ തരുമ്പോൾ ബാങ്ക് ഒരു ഗിവർ ആണ്, റിസീവർ അല്ല ഗിവർ ആണ്. ഗിവറെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ എക്സാമ്പിൾസ് നിങ്ങൾ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ ജേണലിലേക്ക് നമ്മൾ കടക്കാം. അതോടെ നിങ്ങൾ ഒരു ട്രാക്കിൽ നിങ്ങൾ കയറും. അപ്പൊ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ക്ലാസ്സുകൾ, മുമ്പത്തെ ക്ലാസ് ഒക്കെ ഒന്ന് കാണാം, ലിങ്ക് നോക്കിയിട്ട് കാണാം. അപ്പൊ ഇന്ന് ഇത്രയും മതി. കുറെ പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു.